വടക്കൻ വീരഗാഥയ്ക്ക് ഇങ്ങനെ ഒരു പടം ഞങ്ങൾ ഓഡിഷൻ എടുക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് വരാൻ താല്പര്യമുണ്ട്. അതന്ന് ഞാൻ LKG UKG അതെ. പക്ഷെ ഞാൻ പടം ഷൂട്ട് ചെയ്തത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് 2 years കഴിഞ്ഞപ്പോഴാണ് പടം ഷൂട്ട് ചെയ്തത്. സ്റ്റീൽ പ്ലേറ്റ് അതിന്റെ പിന്നിൽ അന്ന് കാരണം എഫക്റ്റുകൾ അതുള്ള ഈ ഒരു കാലഘട്ടത്തിന്റേതായ യാതൊരു അഡ്വാൻറ്റേജ് ശരിക്കും നല്ലൊരു സ്റ്റഡി മെറ്റീരിയലാണ് സിനിമ. അപ്പൊ അന്ന് മമ്മൂക്ക, സുരേഷ് ഏട്ടൻ ഇവരൊക്കെ ഉണ്ട്, മാധവി മാം, ഇവരെല്ലാരും ഉണ്ടായിരുന്നു അന്നാണ് പറഞ്ഞത്. കാരണം ഇതെനിക്ക് വലിയ ഓർമ്മയില്ല. എന്നോട് സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു സീൻ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മ. മേജർ പോർഷൻസ് മമ്മൂട്ടി സാറുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറുടെ അവിടെ നിന്നും എടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ കണ്ടിട്ടുണ്ട് ചില ഷോർട്സ്. ഏതാന്ന് കറക്റ്റ് ഓർമ്മയില്ല, ബട്ട് കണ്ടിട്ടുണ്ട്. ഒരു റീടേക്ക് വന്നാലും ഇവരെല്ലാരും നമ്മളുടെ കൂടെ നിൽക്കും. ഒരു മുഷിച്ചിലോ ഒന്നുമില്ല, ഒന്നുമില്ല. എല്ലാ റീലാണ് മറ്റേ കാലമാണല്ലോ. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. ബഹുമാനവും സ്നേഹവും എന്നൊക്കെ വരുന്ന ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫിഗറിനോട് അല്ല, ചിലര് വരുമ്പോ ഒരു ഓറ അവരെ ക്രിയേറ്റ്, ആ ഒരു ഓറയുണ്ടല്ലോ, ആ ഓറയിൽ നമ്മൾ അവിടെ നിന്ന് ദൂരെ നിന്ന് വരുമ്പോഴേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ഞങ്ങളുടെ കൂട്ടിൽ അരിയൻസ് അറിയുന്ന ലീഡർ എന്താ വെച്ചാല് പുള്ളി വന്നു കഴിഞ്ഞാൽ ഞങ്ങള് വളരെ നല്ല കുട്ടികളാണ്. അത് അവരുടെ പറഞ്ഞതുപോലെ അവരുടെ വർക്കാണോ എന്താണെന്നറിയില്ല. സാർ അവിടുന്ന് വരുമ്പോഴേ നമുക്ക് ആ ഒരു we can feel that. ആ ഒരു ഓർമ്മയുണ്ട്. അല്ല, ആ ഓർമ്മയുണ്ട്. കാരണം ഡോക്ടർ അങ്ങനെ വെറുതെ പറയും ഒരു കോൺസ്പിറസി ഞാൻ മണക്കുന്നുണ്ട്. ഞാനില്ലാതെ ഒരു വേറെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോന്നും എനിക്കറിയില്ല. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം. മൈൽസ്റ്റോൺ ഇവന്റ്സ് പ്രസൻസ് ബി വിത്ത് രമ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു ട്രെൻഡ് തന്നെയാണ്. നമ്മുടെ പണ്ടത്തെ സിനിമകളൊക്കെ റിലീസ് ചെയ്ത് ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ തിയേറ്ററിലേക്കൊക്കെ എത്തുന്നു. അത് കാണുമ്പോൾ അത് കാണാനൊക്കെ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷം, ഒരു പ്രത്യേക ഒരു താല്പര്യമാണ് ഉള്ളത്, അല്ലേ? ഇപ്പോൾ ആ ലിസ്റ്റിൽ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ഒരു ചിത്രമാണ് ഒരു വടക്കൻ വീരഗാഥ. നമ്മുടെ പണ്ട് കോളിളക്കം സൃഷ്ടിച്ച നമ്മുടെ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് മൂവീസിൽ വരുന്ന ഒരു മൂവി. ഇന്ന് ബി വിത്ത് രമ്യയിൽ നമ്മൾ ഈ ഒരു വടക്കൻ വീരഗാഥ ആ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാമാണ് അറിയാൻ പോണത്. അപ്പൊ ഇതാ നമുക്ക് നേരെ നോക്കാം ആരൊക്കെയാണെന്ന്. ഇവരെയൊക്കെ ഈ കുട്ടികളായിരുന്നപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടതാണ്. അതിനകത്ത് പിന്നെ ഒരുപക്ഷെ എല്ലാവർക്കും ജോമോടെ അറിയാം ഇത് ആരൊക്കെയാണ് എന്നൊക്കെയാണ് ആൾക്കാർക്ക്. അതിലുണ്ടായിരുന്ന കുറേ കുട്ടി കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 100ഓളം, ഏകദേശം അടുത്തത്രയും കുട്ടികൾ ഉണ്ടായിരുന്നു ആ സിനിമ, അല്ലേ? അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് റോഷൻ, വിശാൽ, ജോമോളിനെ ഓഫ് കോഴ്സ് അറിയാം, ആൻഡ് ദെൻ ബിയോൺ. നിങ്ങളൊക്കെ ഏകദേശം എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, എത്ര വയസ്സുണ്ടായിരുന്നു നിങ്ങൾക്ക് അന്ന് ആ സിനിമയിൽ ചെയ്യുമ്പോ? 5-6 വയസ്സ്. എനിക്ക് 7 വയസ്സ്. 7 വയസ്സ്. കുറച്ച് സീനിയർ ഞാനാണ്. എനിക്ക് കുറച്ചുകൂടെ പ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഡോക്ടറാണ്. ഞാനിപ്പം CRC എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് ഡിസബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അതിന്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, എവിടെയാ? കാലിക്കറ്റാണോ? വിശാൽ കോഴിക്കോടാണ്, പക്ഷെ ഇപ്പം ബാംഗ്ലൂർ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, സീനിയർ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. ബിയോൺ ഇവിടെ കാക്കനാട് നല്ലൊരു കോഫി ഷോപ്പ് ഉണ്ട്, അറിയാം. നിങ്ങൾ പക്ഷെ എല്ലാരും ഇടയിൽ വേറെ ഒരു ഇപ്പൊ ഈ നിങ്ങളാണ് ഇതെന്നുള്ളതാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. ഇപ്പം നിങ്ങൾ എല്ലാവരും ഓരോരോ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഓരോരോ സിനിമയില് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നു പോകുന്നുണ്ട്, അല്ലെ? അത് വെച്ച് നോക്കുമ്പോൾ ജോമോളെയാണ് ഇപ്പൊ കുറെ നാളുകളായിട്ട് സിനിമയിലൂടെ ആൾക്കാരെ കാണുന്നില്ലാത്തത്. ഓക്കെ, നമുക്ക് ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത്, ഇങ്ങനൊരു സിനിമ നമുക്ക് സമ്മാനിച്ച എന്നാ ഇന്നിപ്പോ നമ്മുടെ കൂടെയില്ലാത്ത MT സാറിനെ തന്നെ നമുക്ക് ആദ്യം ഓർത്ത്. അദ്ദേഹത്തിന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന പോലെ 5, 6, 7 വയസ്സാണ്. എന്തൊക്കെ ഓർമ്മകളായിരിക്കും എന്നൊന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു അദ്ദേഹത്തിനെ നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നോ, എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു തന്നോ, അങ്ങനത്തെ എന്തെങ്കിലും ഓർമ്മകൾ ഒന്ന്? എനിക്കോ എൻ്റെ ഓർമ്മ എന്ന് പറയണത് MT സാറിനെ, അത് ഹരിഹരൻ സാറ് പിന്നെ ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി ചെയ്ത അപ്പോഴെനിക്ക് പറഞ്ഞു തന്നതാണ്. ഇങ്ങനെ MT സാർ ഇടയ്ക്കാണല്ലോ സെറ്റിൽ വരിക. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ അങ്ങനെ ഇടയ്ക്കൊന്ന് വരും. ഡെയിലി വന്നൊരു ഇതില്ല, അങ്ങനെയല്ലെന്ന് തോന്നുന്നു. ഇടയ്ക്ക് വരുള്ളൂ. ഇടയ്ക്കെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിരുന്നു. ജാനകിക്കുട്ടിയൊക്കെ ചെയ്തപ്പം കുറച്ചും കൂടെ കുറവായിരുന്നു. ആ സമയങ്ങളിലൊക്കെ വരുമായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം എൻ്റെ കാതില് അന്ന് കമ്മലിട്ടിട്ട് എന്തോ കാത് പഴുത്തിട്ടോ എന്തോ നമ്മൾ കമ്മൽ ഊരിക്കളഞ്ഞ് കാതിൻ്റെ ഓട്ട അടഞ്ഞൊരു സമയമുണ്ട്. അപ്പൊ വടക്കൻ വീരഗാഥയിൽ മുഴുവൻ എനിക്ക് ആ സ്റ്റിക്ക് ചെയ്യുന്ന കമ്മലായിരുന്നു, പണ്ടത്തെ ഉണ്ടല്ലോ പ്രസ്സിങ് കമ്മൽ. അപ്പൊ അതായിരുന്നു.
അപ്പോൾ അതെൻ്റെ ഒരു വലിയ കൺസേൺ ആണ്. അപ്പോൾ വലിയ കൺസേൺ ഞാനൊരു വലിയ സംഭവമാക്കിയിട്ട് എടുത്ത ഒരു കാര്യമായിരുന്നു. MT സാർ വന്നിരിക്കുകയാണ്. MT സാർ ഒന്ന് നമുക്ക് ആരാണ് MT സാർ, ആരാണ് ഹരിഹരൻ സാർ, വിനീത് പറഞ്ഞ പോലെ MT സാറിനെ കാണുമ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് പറയാം, ആ ഓക്കെ ഹരിഹരൻ സാർ ഓക്കെ, അതായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ MT സാർ വരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ കൺസേൺ ആണല്ലോ ഇമ്പോർട്ടൻറ്റ്, അതും കമ്മല്. ഞാൻ ഓടി MT സാറിൻ്റെ അടുത്ത്, സാർ എൻ്റെ കാതിൽ കമ്മലിടാൻ പറ്റത്തില്ല, അപ്പൊ എനിക്ക് സ്റ്റിക്ക് ചെയ്യുന്ന കമ്മൽ വേണം. ആ MT സാറിൻ്റെ അടുത്തേ ഞാനേ അത് പറഞ്ഞത് സാർ. അപ്പം എന്ന് സ്വന്തം ജാനകിക്കുട്ടിയുടെ സെറ്റിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞു, നിന്റെ ഏറ്റവും വലിയ MT സാറിനെ കാണുമ്പോൾ MT സാർ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഇത് ആരാണ് എൻ്റെ അടുത്ത് വന്നിട്ട്, അതും വേറെ ഒന്നുമല്ല, ക്യാരക്ടറോ ഒന്നും അല്ല പറഞ്ഞത്, എൻ്റെ കമ്മൽ. ഒട്ടിക്കുന്ന കമ്മൽ സാർ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം അൾട്ടിമേറ്റ്ലി ഹരിഹരൻ സാർ ത്രൂ ആണല്ലോ പോകുന്നത്. അപ്പം നടരാജണ്ണന്റെ അടുത്ത് പറഞ്ഞ് ഒട്ടിക്കുന്ന പ്രസ്സിംഗ് കമ്മല് അതായിരുന്നു എനിക്ക് അത് റെഡിയാക്കി തന്നു. അങ്ങനെ ഒരു ഓർമ്മയാണ്. പക്ഷെ അതും ഈ എന്റെ സ്വന്തം ജാനകിക്കുട്ടിക്കകത്ത് വന്നപ്പോഴും അന്ന് നിങ്ങൾ ഇത് കുറെ നേരം സംസാരിക്കട്ടെ, ഈ ഓർമ്മകൾ ഷെയർ ചെയ്യട്ടെ, അങ്ങനെ എന്തെങ്കിലും MT സാറായിട്ട് വലിയ ഓർമ്മകൾ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാർ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇല്ല. സാർ ഇടയ്ക്ക് സെറ്റിൽ വരാറുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഹരിഹരൻ സാറായിരുന്നു അന്ന് ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കൂടുതലും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നിങ്ങൾ എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങൾ ചെല്ലുമ്പോഴൊക്കെ വിനീതായിട്ട് നേരത്തെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഷൂട്ടിന് വന്നപ്പോൾ അവിടെ എന്താ ഇത്രയും കുട്ടികൾ, 100ഓളം കുട്ടികൾ, ഇതിലെന്താ ഞാൻ ചെയ്യാൻ പോണേ, അങ്ങനത്തെ ഒരു ഡൗട്ടൊക്കെ. പിന്നെ എല്ലാവരും കളിച്ചിരി ബഹളം അങ്ങനെയൊക്കെ ഒന്നല്ലേ ഇത് സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് കോഴിക്കോട് യാത്രി നിവാസിലായിരുന്നു തുടങ്ങിയത്. അതിന്റെ ഓഡിഷൻ പോകുമ്പോൾ ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കുട്ടികൾ ഇഷ്ടം പോലെ, നമ്മള് ഷൂട്ടിന് പോകുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നു ഓഡിഷന് കാലിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് കമ്പനി ആയി. ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കോഴിക്കോട്ടുകാരാണ് ബേസിക്കലി. സോ അപ്പൊ അതിന്റെ ഒരു ഈസിനെസ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ടും നമ്മൾ സംസാരിക്കുന്ന സമയത്തും ഒക്കെ ഒരു എൻജോയ്മെന്റ്, ആ ഒരു പിന്നെ നല്ല ഒരു എന്താ പറയാ, ഷൂട്ടിംഗ് എന്നുള്ള ഒരു ഫീലൊന്നും നമുക്ക് മെയിൻലി കളിക്കാൻ പോവാന്നുള്ളൊരു എന്നും ഞങ്ങള് ഞങ്ങളുടെ പോർഷൻ ആ ഒരു മൂവിയിൽ വളരെ ലിമിറ്റഡ്, 10 മിനിറ്റ് 20 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ഞങ്ങള് മൊത്തത്തിൽ. പക്ഷെ ഞങ്ങളൊരു 1-1.5 മാസം സെറ്റിൽ ഉണ്ടായിരുന്നു. എന്നും രാവിലെ ചെല്ലും, റെഡി ആയിട്ടിരിക്കും, ഞങ്ങൾ പോയി കളിക്കും, ഷോർട്ട് റെഡി ആകുമ്പോൾ വന്ന് വിളിക്കും, പിന്നെ ഞങ്ങൾ പോയി കളിക്കും. കളിയായിരുന്നു മെയിൻ. ഓ നിങ്ങൾക്ക് ഇപ്പോൾ നല്ലൊരു ഒരു ടൂർ ഒരു എനിക്ക് തോന്നുന്നു അതൊരു വെക്കേഷൻ ആയിരുന്നു. വെക്കേഷനും കുറച്ച് സ്കൂൾ ഉണ്ടായിരുന്നു. ഡിസംബറിലായിരുന്നു ഷൂട്ട്, നവംബർ ഡിസംബറിലായിരുന്നു ഷൂട്ട്. ഒരു 1.5 മാസത്തോളം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ആ ഒരു ടുഗദർനെസ് ഭയങ്കരമായിരുന്നു. പറഞ്ഞ പോലെ ഇതിന്റെ ടുഗദർനെസ് ഇവർ തമ്മിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവരുടെ ടുഗദറിൽ പാർട്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിരുന്നത് റോഷനും വിനീതുമായിട്ടായിരുന്നു. അല്ല, പറയുന്നത് കേൾക്കുമ്പോ വിചാരിക്കും ടുഗദർ ഞങ്ങൾ കളിക്കാൻ കൂട്ടിയില്ല എന്നുള്ള. അങ്ങനെയല്ല, ഞങ്ങൾ കൂടെ കൂടൂല. അല്ല, ഇന്ന് വന്നു കഴിഞ്ഞപ്പം പഴയ ഫോട്ടോസ് ഒക്കെ, പണ്ട് ഫോട്ടോ ആയിരുന്നല്ലോ, ആൽബത്തിന്റെ ഫോട്ടോസ് ഇങ്ങനെ ഇവർ ക്യാമറയിൽ എടുത്ത്, ഒന്നിലും ഞാനില്ല. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയല്ലോ, കൂട്ടത്തിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളെ നമ്മൾ എപ്പോഴും മാറ്റി നിർത്തി. എനിക്ക് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എന്നാണ് ഇവരൊക്കെ എല്ലാവരും ആരോപിക്കുന്നത്. എല്ലാവരും ഒരേപോലെ കഥയൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട്. എന്തോ ഒരു കോൺസ്പിറസി ഞാൻ മണക്കുന്നുണ്ട്. ഞാനില്ലാതെ ഇവര് വേറെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടോന്നും എനിക്കറിയില്ല. അപ്പൊ ആര്യ എങ്ങനെയുണ്ടായിരുന്നു? ആര്യ നിങ്ങളുടെ കൂടെ ആര്യ ആര്യ നിങ്ങളുടെ കൂടെ ഒക്കെ കൂടെ. അപ്പൊ അത് തന്നെ ഡോക്ടറാണ്. അതെ, എനിക്കറിയാം ആര്യനെ, എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം. ആര്യ, അമ്പിളി, അമ്പിളി ഒക്കെ പിന്നെയും ചെറുതല്ലേ? അമ്പിളി ഭയങ്കര ചെറുതായി. അതാ പറഞ്ഞത്, പിന്നെയും ചെറിയ. ഇന്ന് ലോയറാ, തെളിയാത്ത പല കേസ് എന്റെ പുറത്തിട്ടിട്ടാണ് ഇവിടെ വന്നു കഴിയുമ്പോ അന്ന് നീ അങ്ങനെയായിരുന്നു, അന്ന് അങ്ങനെയായിരുന്നു. അത് വന്ന സമയത്ത് തന്നെ ഏതോ ഒന്ന് ഇവള് കമ്മിറ്റ് ചെയ്തു, പിന്നെ ബാക്കി കമ്മിറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാം ഒന്നും നമുക്ക് ഓർമ്മയില്ലല്ലോ. നിങ്ങളുടെ കൂടെ എന്നുള്ളതിൽ ഏറ്റവും വില്ലൻ ആരായിരുന്നു, അല്ലെങ്കിൽ ലീഡർ, ടീം ലീഡർ? അങ്ങനെ എല്ലാരും പാവങ്ങളായിരുന്നു. ഞങ്ങളുടെ കൂട്ടിൽ ഹരിഹരൻ സാറായിരുന്നു ലീഡർ. എന്താ വെച്ചാല് പുള്ളി വന്നു കഴിഞ്ഞാൽ ഞങ്ങള് വളരെ നല്ല കുട്ടികളാണ്.
അങ്ങനെ അല്ല, എന്നാലും ഇതൊരു കുട്ടിപ്പട്ടാളത്തിന്റെ ഒരു സെറ്റ് ആണല്ലോ ഫുൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപക്ഷെ നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ മമ്മൂക്കയുടെ മൂവി എന്നുള്ളപ്പോ നിങ്ങൾക്ക് മമ്മൂക്ക ആരാന്നൊക്കെ ഏകദേശം ഒരു ഓർമ്മയുണ്ടാവും. പക്ഷെ ഈ പറയുന്ന പോലെ ഹരിഹരൻ സാർ ആരാന്നോ, സിനിമ നിങ്ങൾ ചെയ്യുന്ന ഇത്രയും വലിയൊരു ക്ലാസിക് മൂവിയാണെന്നോ ഇതിന്റെ വാല്യൂ ഒന്നും അറിയുന്ന ഒരു പ്രായമായിട്ടില്ലല്ലോ. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴും നിങ്ങൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ എന്താണ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഓഡിഷന് തന്നെ പറഞ്ഞു മനസ്സിലാക്കി തന്നോ? അതും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയല്ല സാറ്. പിന്നെ എന്നെ സംബന്ധിച്ചാണ് ആദ്യം ഒന്ന് വിളിപ്പിച്ചിരുന്നു. പിന്നെ ഷൂട്ട് നടക്കുന്ന സമയത്ത് കോസ്റ്റ്യൂം ടെസ്റ്റ് പോലെ അതൊക്കെ ഇട്ടിട്ട് നോക്കി. ആ 2 ഇതാണ്. അതിനുശേഷമാണ് വിനീതും ഒക്കെ ഉണ്ടായിരുന്നു. എന്നെ ഈ മൂവിയിൽ വിളിച്ചത് ശേഷം എന്നെ PVG അങ്കിളാ വിളിച്ചത്. ഞാൻ അന്ന് LKG UKG പഠിക്കുന്ന സമയത്ത് ഒരു കലോത്സവം ഉണ്ട്, നഴ്സറി പിള്ളേരുടെ മാത്രമുള്ള ഒരു കലോത്സവം. അപ്പൊ അതിനകത്ത് കലാതിലകം ഞാനായിരുന്നു. അപ്പൊ അന്ന് പ്രൈസ് തരുന്നത് PVG അങ്കിളാണ്. അപ്പം ഇങ്ങനെ കുറേ പ്രാവശ്യം ഒരു കുട്ടി തന്നെ ഇങ്ങനെ സ്റ്റേജിൽ വന്നപ്പോ അങ്ങനെ നോട്ട് ചെയ്തിട്ടാന്ന് തോന്നുന്നു. പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അങ്കിള് എൻ്റെ ഡാഡിയും മമ്മിയും കണ്ടിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ വടക്കൻ വീരഗാഥയ്ക്ക് ഇങ്ങനെ ഒരു പടം ഞങ്ങൾ ഓഡിഷൻ എടുക്കുന്നുണ്ട്, അപ്പം അതിലേക്ക് വരാൻ താല്പര്യമുണ്ടോ. അതന്ന് ഞാൻ LKG UKG അതെ. പക്ഷെ ഞാൻ പടം ഷൂട്ട് ചെയ്തത് 2nd സ്റ്റാൻഡേർഡിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് 2 years കഴിഞ്ഞപ്പോഴാണ് പടം ഷൂട്ട് ചെയ്തത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ട ഗ്രൂമിംഗ് സെഷൻസോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉള്ള ഒരു ട്രെയിനിങ്? കളരി ഒരു നമുക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് ആ മൂവിയിൽ കാണുന്നുണ്ടായിരുന്നു ഒരു കളരി. അതിനകത്ത് തന്നെ നമ്മള് അത് തന്നെ റോഷനും വിനീതനും കൂടെ അല്ലേ നിങ്ങളുടെ ഒരു കളരിയുടെ ഒരു സീക്വൻസ് ഇല്ലേ? അതൊക്കെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് അവിടുന്ന് സ്പോട്ടിൽ ത്യാഗരാജൻ മാഷും CVM കളരി, നടക്കാവ് CVM കളരി, അവരൊക്കെ സത്യേട്ടൻ, അത് സത്യേട്ടൻ ഉണ്ടായിരുന്നു, നാരായണൻകുട്ടി, എല്ലാവരും കൂടി എടുത്തിട്ട് ആ ഭാഗങ്ങള് 9 എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്, ഒറ്റയുടെ സാധനമൊക്കെ അവിടുന്ന് പഠിപ്പിച്ചു തന്നെയാണ്. അപ്പൊ ഇത് അഭ്യസിക്കുന്ന സമയത്ത്, ഇത് പഠിക്കുന്ന സമയത്തെ ഓർമ്മകൾ വിനീതനായിട്ടുള്ള നിങ്ങൾ ചെയ്യുമ്പോ എന്തെങ്കിലും കുട്ടികളല്ലേ? ചെറിയൊരു ഓർമ്മയുണ്ട്. അത് ഒരിക്കൽ ടൈമിംഗ് തെറ്റി എന്റെ തലയ്ക്ക് അടിയിട്ടുണ്ട്. നല്ല ഓർമ്മ. അത് വിനീതേട്ടനായതുകൊണ്ട് സൈഡിൽ ഞാൻ നിൽക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ലൈവ് കണ്ടിട്ടില്ല. വിനീതേട്ടനുണ്ടായിരുന്നു ചോദിക്കാതെ മിക്കവാറും അറിഞ്ഞു അവരിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ച് തന്നതേ ആവുള്ളൂ. ബിഗ് ഉള്ളതുകൊണ്ട് വലിങ്ങനെ പറ്റില്ല. ഓക്കെ. അത് ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണോ അതോ ടേക്ക് എടുക്കുമ്പോഴോ? അതിന് മുമ്പേ. ഓക്കെ. എന്റെ കുഴപ്പമായിരിക്കും, എന്റെ ടൈമിംഗ് തെറ്റിയതുകൊണ്ടായിരിക്കും. എല്ലാം ഏറ്റെടുക്കുകയാണ് റോഷൻ. ഓക്കെ. ബിയോണ്ട് അതിലെ കഥാപാത്രത്തിനെ കുറിച്ച് പറയൂ. അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 6ാം വയസ്സിലോ അതിലെ ചെയ്യുന്നത്. എനിക്ക് അതിലെ കഥാപാത്രമോ അല്ലെങ്കിൽ ക്യാമറയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇവർ പറഞ്ഞ കഥകളുടെ പലതും ഇവർ പറഞ്ഞു കേട്ടുള്ള പരിചയം അല്ലെങ്കിൽ എൻ്റെ പാരന്റ്സ് പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് എ ക്യാമറ അല്ലെങ്കിൽ ഈ പറയുന്ന ഹരിഹരൻ സാർ എങ്ങനെയാണ് ഒരു സീൻ പറഞ്ഞതെന്ന്. അല്ലല്ല അതല്ലല്ല, അത് ആ ഒരു ഓർമ്മയുണ്ട്. അല്ല ആ ഓർമ്മയുണ്ട്. കാരണം ഡോക്ടർ അങ്ങനെ വെറുതെ പറയും, ഡോക്ടർക്ക് അങ്ങനെ എന്ത് പറയാം. അപ്പോ ആക്ച്വലി എനിക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഷൂട്ട് നടന്നതിനേക്കാൾ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് കളിക്കാൻ പോവുക അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് നമ്മൾ ഒരേ സ്ഥലത്തായിരുന്നു താമസവും കാര്യങ്ങളും, അങ്ങനത്തെ കുറെ മെമ്മറീസ് ആണ് കൂടുതലുള്ളത് മോർ ദാൻ. അല്ലെങ്കിൽ പിന്നെ കളരി ആ ലൊക്കേഷൻ ഓർമ്മയുണ്ട്, അതൊരു സെറ്റ് ഇട്ട ലൊക്കേഷൻ ഓർമ്മയുണ്ട്. അല്ലാതെ ഇൻ പെർട്ടിക്കുലർ ഇത് പറഞ്ഞു തന്നതോ അല്ലെങ്കിൽ ക്യാരക്ടറോ അത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ആര്യ യൂസ് ടു സേ ദാറ്റ് ഇവിടെ നോക്കണം, ഇവിടെ നോക്കിയിട്ട് ചിരിക്കണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് നോക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയില്ല. I don't even remember anything like that. ഇപ്പൊ ഇവരൊക്കെ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ എടുക്കായിരുന്നു. കുറെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാവരും എന്നോട് ചോദിക്കുക, അല്ല ശരിക്കും ജോമോൾ ഇപ്പൊ അത്ര പ്രശ്നം. ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല. കൊച്ചു കുഞ്ഞല്ലേ, 5-6 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ എനിക്ക് ഈ ഒരു കഥകളൊന്നും എനിക്ക് യാതൊരു ധാരണയില്ല. അപ്പൊ MT സാറിനൊന്നും കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. MT സാർ പിന്നെ എനിക്ക് തോന്നുന്നു 4 കെട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുണ്ട് 4 കെട്ട്. പക്ഷെ ഇല്ലില്ല, 4 കെട്ടിന്റെ 4 കെട്ട് ശരിക്കും പൈലറ്റ് എപ്പിസോഡ് ചെയ്തത് ഞാനായിരുന്നു. അപ്പുണ്ണിയായിട്ട് ചെയ്തത്. പിന്നീട് അത് പൈലറ്റ് എപ്പിസോഡ് ചെയ്തിട്ട് അപ്രൂവലിന്റെ സമയത്ത് ആ ക്യാരക്ടറിന് ഞാൻ ആപ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയാ ചെയ്തത്. അപ്പൊ ആ ഒരു സമയത്ത് അത് ഡയറക്ട് ചെയ്തത് MT സാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം. അത് ഏത് പ്രായത്തിലാ? 4 കെട്ട് ചെയ്തത് ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. 7th or 8th. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറച്ച് ആ ഒരു ഓർമ്മയുണ്ട്. പറഞ്ഞു തന്നതാണെങ്കിൽ കാര്യങ്ങളാണെങ്കിലും അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ടെന്നല്ലാതെ വടക്കൻ വീരാതനോ ചെയ്തു എന്നല്ലാതെ സന്തോഷ് ആന്റണി ലീഡ് പയ്യനെ ആ സമയത്ത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം സാറ് തന്നെ
ഡബിങ് സ്റ്റുഡിയോയിലൊക്കെ ത്രൂ ഔട്ട് ഉണ്ടായി. ഒരു 4-5 ദിവസം കൊണ്ടാണ് ഡബ് ചെയ്തത്. ഏതിന്റെയായിരുന്നു? കടവ് എന്ന് പറഞ്ഞ കടവിലെയാ? അപ്പൊ നിങ്ങൾ ഈ നാലുകെട്ടിൽ ചെന്നപ്പോ നിങ്ങൾക്ക് ഓർമ്മയില്ല നമ്മൾ ഒരുമിച്ച് അതൊക്കെ അറിയാം. റോഷനിൽ ചെയ്ത് ഇതില് പേരൻസ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഡബ് ചെയ്തു. അപ്പൊ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കുറച്ചും കൂടെ അല്ല, കോഴിക്കോടുള്ള ഞങ്ങളെല്ലാവരും ഞങ്ങളെക്കാളും കൂടുതൽ ഞങ്ങളുടെ പേരൻസ് എല്ലാം കണക്റ്റഡ് ആയിരുന്നു. നമ്മളെക്കാട്ടും കൂടുതൽ അവരായിരുന്നു. കാരണം ഞങ്ങള് പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾ എന്റെ ഫാദറൊക്കെ വൈകുന്നേരം ഒന്ന് ടൗണിൽ പോയിട്ട് വരാന്ന് പറയും. പോയി വരുമ്പം ഇവരൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ട് ബിയോണ്ട് ഫാദറൊക്കെ ആയിട്ട് നല്ല അടുപ്പായിരുന്നു. നമ്മളൊക്കെ കോഴിക്കോടൻസ് ആയിരുന്നു. സാറ് കോഴിക്കോടാണ്, സാറ് കോഴിക്കോടാണ്. അപ്പൊ എല്ലാരും ആ ഒരു കോഴിക്കോട്. അപ്പൊ കുട്ടികളും കൂടുതൽ കോഴിക്കോട് തന്നെയാണ്. ആര്യ മാത്രം വിനീത് കണ്ണൂരും, ബാക്കി ഞങ്ങളൊക്കെ കോഴിക്കോട്. ഓക്കെ ഓക്കെ. ഇനി ഹരിഹരൻ സാർ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത് ഓരോ സീൻ പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ചോദിച്ചാൽ അവിടെ ഓർമ്മ ഉണ്ടാവും. ഡോക്ടർക്ക് ഓർമ്മയുണ്ട്. ഡോക്ടർക്ക് എല്ലാം ഓർമ്മയുണ്ട്. പഴശ്ശിരാജ തുടങ്ങിയും കൂടെ സാറിന്റെ കൂടെ മയൂഖം ഇത് 4 ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. ഹരിഹരൻ സാർ എപ്പോഴും അതൊക്കെ ഭയങ്കര ഭാഗ്യാട്ടോ. ഒരേ അദ്ദേഹം അങ്ങനെ ലെജൻഡിന്റെ കൂടെ ഇത്രയും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞാൽ സാറ് അതാണ് സെറ്റിൽ വരുമ്പോ ശരിക്കും ഒരു ഹെഡ് മാസ്റ്റർ സ്കൂളിൽ വരുന്ന പ്രതീതിയാണ്. ഇപ്പോഴത്തെ ഒരു സ്കൂളിംഗ് ഒന്നും അല്ലല്ലോ. സാറൊരു ഗ്രേറ്റ് ക്രാഫ്റ്റ്സ്മാൻ ആണല്ലോ. അത് ഭയങ്കര ഒരു ക്യാപ്റ്റൻ ഓഫ് എ ഷിപ്പ് എന്താന്നൊക്കെ ശരിക്കും നമ്മള് സാറിന്റെ ആ ഒരു അയ്യോ അത് ശരിക്കും ആ ഒരു കമാൻഡ് ഉണ്ടല്ലോ ഡയറക്ടർ, ഇത് ഭയങ്കരമാണ്. പേടിയാണോ അപ്പം? നമുക്ക് ഉള്ളില് എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ബഹുമാനവും ഒക്കെ. നമ്മളൊരു വളരെ ആരാധിക്കുന്ന ഒരു അധ്യാപകനെ കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, അത് പേടിയല്ല, ബഹുമാനവും സ്നേഹത്തിന്നൊക്കെ വരുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ഫിഗറിനോട് അല്ല, ചിലര് വരുമ്പോ ഒരു ഓറ ക്രിയേറ്റ്, ആ ഒരു ഓറ ഉണ്ടല്ലോ, ആ ഓറയിൽ നമ്മൾ അവിടെ നിന്ന് ദൂരെ നിന്ന് വരുമ്പോഴേ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ തന്നെ, അതൊരു പേടിയല്ല. ദാറ്റ് ഈസ് വാട്ട് ദേ ആർ. ദാറ്റ് ഈസ്, അത് അവരുടെ പറഞ്ഞതുപോലെ അവരുടെ വർക്കാണോ എന്താണെന്നറിയില്ല. സാർ അവിടെ നിന്ന് വരുമ്പോഴേ നമുക്ക് ആ ഒരു വി ക്യാൻ ഫീൽ ദാറ്റ്. അത് ഞങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയത് പഴശ്ശിരാജ വർക്ക് ചെയ്തിരുന്നു, ഞാൻ റോഷനൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഞാൻ ബിഹൈൻഡ് ക്യാമറ ആയിരുന്നു. പക്ഷെ ആ സമയത്തും ഈ പറഞ്ഞ പോലെ അപ്പോഴാണ് നമുക്ക് ബോധം വന്നത്, അയ്യോ അദ്ദേഹത്തിന്റെ കൂടെയാണോ നമ്മള് വടക്കം വീര ചെയ്തത് എന്ന് പറയുന്ന. കാരണം വെച്ചാൽ പുള്ളി വരുമ്പോ തന്നെ ഈ പറഞ്ഞ പോലെ എല്ലാരും സൈലന്റ് ആണ്, എല്ലാവരും എണീറ്റ് നിൽക്കും. അത്രയും എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും അന്ന് സെറ്റിൽ ഉണ്ടാവും. 7 മണി 8 മണിയാകുമ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ടിരിക്കും. സാറ് 7:30 8 ആകുമ്പോഴത്തേക്കും എത്തും. അതോ ഫസ്റ്റ് ഷോട്ട് ഫസ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് ഫസ്റ്റ് സീൻ ആ ഒരു മേജർ ഇത് കഴിയാതെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യും. പിന്നെ അങ്ങനെ ആയിരുന്നു ആ ഒരു. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ പിള്ളേരുടെ അടുത്തുള്ള സാറിന്റെ അപ്രോച്ച് വാസ് അഗൈൻ ഡിഫറെന്റ്. കാരണം വഴക്ക് പറഞ്ഞാൽ അറിയാം, ഇൻപുട്ട് ഔട്ട്പുട്ട് മോശം, പിന്നെ എന്ത് ചെയ്താലും കിട്ടില്ല. അപ്പൊ ആ രീതിയിൽ ഞങ്ങളെ ഹാൻഡിൽ ചെയ്യാനും വലിയ ആർട്ടിസ്റ്റുകളെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ആ ഒരു പാട്ട് ഉണ്ണിഗണപതി അല്ലെ, അതിനകത്ത് എത്ര ആർട്ടിസ്റ്റുകൾ. അന്ന് ഇന്നത്തെ പോലെ മോണിറ്ററോ ഒന്നുമില്ല. എല്ലാ ആർട്ടിസ്റ്റിനും ലൈറ്റ് ക്യാച്ച്, എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റ് കളിക്കുന്ന എല്ലാവർക്കും ലൈറ്റ് ക്യാച്ച് ചെയ്ത് നിൽക്കുന്ന പൊസിഷൻ അടക്കം ഉണ്ട്. അപ്പം അതെല്ലാം പറഞ്ഞു അവർക്കൊക്കെ ചിലപ്പം അസോസിയേറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുമെങ്കിലും ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ, കൊച്ചു പിള്ളേർ, വലിയ ആൾക്കാർക്ക് അറിയാം എവിടെ നിൽക്കണം എന്ന്. ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു തരേണ്ടത് സാറിനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അതൊന്നും വലിയ ടേക്കൊന്നും പോയിട്ടില്ല. ഒരു ഒറ്റ ടേക്കിലൊക്കെ തന്നെ 1-2 ടേക്കിലൊക്കെ മാക്സിമം. ഞങ്ങൾ പിള്ളേരുടെ എന്തെങ്കിലും ഒരു ഇത് കൊണ്ട് ടേക്ക് എക്സ്ട്രാ എടുത്തതായിട്ട് പോയിട്ടില്ല. അതൊക്കെ അതൊന്ന് അങ്ങനെയല്ല. അപ്പൊ അതാ പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരുന്ന ആ ഒരു രീതി, ചേച്ചെടുക്കുന്ന ഒരു രീതി. നമുക്ക് കിട്ടുന്ന ബ്രീഫിംഗ് എങ്ങനെയാണ് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ. ഡയറക്ടർ നല്ല ബ്രീഫിംഗ് തന്നതിന് ഡെഫിനറ്റ് ആയിട്ടും ആർട്ടിസ്റ്റിന് എന്തായാലും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഇത്രയും നല്ലൊരു ഔട്ട് കൊടുത്തു കഴിയുമ്പോൾ ഉടനെ നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യുക. യെസ്, അതുണ്ടായിരുന്നു. ക്ലാപ്പ് ഉണ്ട്. അതുണ്ടായിരുന്നു. ആണോ? അതിപ്പോഴും ഉണ്ട്. അത് സാർ ഇപ്പോഴും തരും, ഇപ്പോഴും ഉണ്ട്. അല്ലാതെ സാറിന് ഇഷ്ടപ്പെട്ട് സാറിന് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും അത് ഓക്കെ ആണോ അല്ലയോ അറിയാൻ പറ്റും. അപ്പൊ ഇഷ്ടപ്പെട്ടാലും അദ്ദേഹം പറയും, ഇഷ്ടപ്പെട്ടില്ലേലും ഒരേപോലെ ഇഷ്ടപ്പെട്ടു. അത് പക്ഷെ കൊച്ചു പിള്ളേരാകുമ്പോ അവരോട് പറയുന്ന ഒരു രീതിയുണ്ട്, മനസ്സിലാക്കുന്ന ഒരു രീതിയുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങള് ഈ വലിയ ഇപ്പൊ മമ്മൂക്കയുടെ ഒക്കെ ചെറുപ്പകാലമാണ് നമ്മളെല്ലാരും ഒക്കെ ചെയ്ത ആ ഒരു. പക്ഷെ സുകുമാരി അമ്മ, ബാലങ്കി നാരങ്ങ ഇവരുടെയൊക്കെ കൂടെയായിരുന്നു ഞങ്ങളുടെ ഉള്ള ഇത്. പക്ഷെ ഒരു റീടേക്ക് വന്നാലും ഇവരെല്ലാരും നമ്മളുടെ കൂടെ നിൽക്കും. ഒരു മുഷിച്ചിലോ ഒന്നുമില്ല.
ഒന്നുമില്ല. എല്ലാ അന്ന് റീലാണ് മറ്റേ അതെ കാലമാണല്ലോ. അതെ, എത്ര വർഷം മുന്നേ അല്ലേ? അപ്പം ശരിക്കും പ്രൊഡക്ഷൻ സൈഡിൽ ഇരിക്കുന്നവരാണെങ്കിലും വേസ്റ്റ് ആവുമല്ലോ പൈസ അതുപോലെ. PV പോലെ ഒരാളില്ലായിരുന്നെങ്കിൽ പടം നടക്കില്ല. ആലോചിച്ച് നോക്ക്, എത്ര ആർട്ടിസ്റ്റ് ആണ്, അതാണ് എത്ര ആർട്ടിസ്റ്റുകൾ എത്ര മാസം ഷൂട്ട് ചെയ്തു. ഇന്നത്തെ പോലെ CG ഒന്നുമില്ല, ഒക്കെ ലൈവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ തന്നെ വേണം. അതല്ല, ബിസിനസ്സിനുള്ള വലിയൊരു എറിയനെ ഇന്നത്തെ പോലെ ഒന്നും ഇല്ല. പക്ഷെ എന്നാലും ഇങ്ങനൊരു ക്ലാസിക് മലയാളത്തിന് വേണം എന്നുള്ള ആ 3 ലെജൻഡുകളുടെയും ഒരു തീരുമാനം ആണ്. അതിന്റെ ഭാഗമാവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങളുടെ വലിയ ഭാഗ്യം. അതും ഇതിനെ കുറിച്ചുള്ള തിരിച്ചറിവ് ഒന്നും ഇല്ലാത്തിരുന്ന ഒരു പ്രായത്തിൽ തന്നെ ഇതിന്റെ വാല്യൂ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഒരു റീ റിലീസ് എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഞങ്ങളുടെ റിലീസ് എൻജോയ് ഇനി അത് എൻജോയ് ചെയ്യാൻ പോകുന്നത്. പാരന്റ്സ് ഒക്കെ പറഞ്ഞെന്നുള്ള ഫാദറൊക്കെ പറഞ്ഞു ഇവരൊക്കെ മഹാന്മാരെ, നമ്മളെ കുട്ടികൾ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ലല്ലോ. ഇപ്പോഴൊക്കെയാണത്. നിങ്ങൾ എന്തെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ അപ്പം പരസ്പരം അറിയില്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചിരുന്നോ നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങൾ തമ്മിൽ ഗ്യാദർ ചെയ്യുന്നോ? അതല്ല, ഇവരെ ഇടയ്ക്ക് ഇങ്ങനെ വല്ലപ്പോഴും കാണുന്നല്ലാതെ ഇങ്ങനെ ഞാൻ വിശാലം കാണാറുണ്ട്, കാലിക്കറ്റ് അല്ലെങ്കിൽ ജോമോർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ അമ്മയുടെ അസോസിയേഷൻ മീറ്റിംഗ് അധികം അങ്ങനെ ആ മീറ്റിംഗിന്റെ സമയത്ത് പോകുന്ന സമയത്ത് കാണാം. റോഷൻ ചേട്ടന്റെ പിന്നെ കാലിക്കറ്റ് പല ആവശ്യങ്ങൾക്കും വി യൂസ് ടു മീറ്റ്. അപ്പൊ അങ്ങനെ ഇൻഡിവിജ്വലി നമ്മള് കാണാത്തത് ആര്യനെ മാത്രമാണ്. അതിനുശേഷം അപ്പൊ ഈ മമ്മൂക്കയോടുള്ള സിനിമയിൽ നിങ്ങൾ അഭിനയിച്ചു പറയുമ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ ഉള്ളേ നമ്മൾ ടോപ്പ് ആവും അല്ലേ? ഭയങ്കര സ്റ്റാർ നമ്മൾ നിങ്ങളവിടെ വലിയൊരു ആ ഒരു ഇത് മാത്രമായിരിക്കും നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരു ഞാൻ മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട്. ഞാനത് മനഃപൂർവ്വം ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെയല്ല, മൊത്തത്തിൽ നമുക്ക് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു സ്കൂളിലൊക്കെ. പക്ഷെ കൂടെ പഠിക്കുന്ന ഒറ്റൊന്നും ചിലപ്പോ എന്നെ കണ്ടൂടാ, കാരണം വരുന്നതേ ഫുൾ ആറ്റിറ്റ്യൂഡിലാണ്. മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിക്കുന്നു ഞാൻ. അതുപോലെ അന്നത്തെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വടക്കൻ വീരഗാഥയുടെ പേരിലുള്ള നെയിംസ് ലേബിളില്ലേ, ലേബിള് ടൈം ടേബിൾ എഴുതണ്ട, അതൊക്കെയാണ്. അതൊക്കെ ഞാൻ നിർബന്ധമായിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. ഇങ്ങനെ ഇത്ര വാങ്ങിച്ചിട്ട് നമുക്ക് കിട്ടുമല്ലോ, അതൊക്കെ എടുത്ത് കൊടുക്കും ഞാൻ. പിന്നെ എന്റെ ബുക്കില് അത് ബുക്കിൽ മുഴുവൻ ഒട്ടിക്കുന്ന അതാണ്. എല്ലാ പേജിലും പിന്നെ എനിക്ക് ഇതുപോലൊരു ജാഡ നമ്പർ ഇറക്കിയൊരു ഓർമ്മ എന്തായിരുന്നു, നമ്മളന്ന് അല്ല, രാവിലെ തുടങ്ങുന്ന സമയത്ത് ഒരൊറ്റ പോയിന്റും തുടങ്ങിയതാണ്. വൈകുന്നേരം ആയപ്പോഴേക്കും കഥയ്ക്ക് ഒരു പഞ്ഞുമില്ല. ഞാൻ ഓർക്കുന്നു വേറെ ഒരു കാര്യം കൂടി. അവിടെ ഈ അഭിനയിക്കാൻ വരുന്ന വലിയ വലിയ ആളുകള്, വലിയ വലിയ സ്റ്റാർസ് ഈ പാട്ട് ഷൂട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഓർമ്മയിലാ വന്നത്. ഈ അവര് എപ്പോഴും ദേഹത്തൂടെ ഷൂട്ട് കഴിഞ്ഞ് കോസ്റ്റ്യൂം, അങ്ങനത്തെ കോസ്റ്റ്യൂമല്ല, അത് കഴിഞ്ഞ് ഷൂട്ട് കഴിയുമ്പോൾ അവരൊരു മേൽമുണ്ട് കവർ ചെയ്യും. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് മാത്രം മേൽമുണ്ടില്ല, ഞാൻ സ്റ്റാർ അല്ലേ, ആ ഒരു ഫീല് ഷൂട്ട് കഴിഞ്ഞപ്പോ എപ്പോഴും ഞാൻ കോസ്റ്റ്യൂം. എനിക്ക് പിന്നെ എല്ലാവരുമായിട്ട് ഡയറക്റ്റ് ആണല്ലോ, എന്താ ആവശ്യം ഉണ്ടെങ്കിലും ഹരിഹരൻ സാർ എനിക്കത് വേണം, MT സാർ എനിക്കിങ്ങനെ, അതാണല്ലോ ഞാൻ പണ്ട് തൊട്ടേ. അപ്പൊ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നടരാജണ്ണന്റെ അടുത്ത് പോയി, നടരാജന് അണ്ണ എനിക്ക് മേൽമുണ്ട് വേണം. പിന്നെ എനിക്ക് മേൽമുണ്ട് തന്നു. ആ മേൽമുണ്ട് എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എന്തിനാണ് ഞങ്ങൾ മാറ്റി നിർത്തിയതല്ല. നിങ്ങളപ്പോ പറഞ്ഞിട്ടുണ്ടോ വരുന്നുണ്ട് പിന്നെ അന്ന് വേറെന്തെങ്കിലും ആയിരിക്കും അന്ന് യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഇവര് ഇരട്ട പേര് വിട്ടിട്ടുണ്ടാവും. അതിനുള്ള സമയം കിട്ടിയിട്ടേ നമുക്ക്. വേറെ ആരും ചെയ്തില്ലെങ്കിൽ റോഷൻ ഇട്ടിട്ടുണ്ടാവും. കാരണം ഏറ്റവും ഞാൻ ടോർച്ചർ ചെയ്തിട്ടുള്ള റോഷൻ. എന്തൊക്കെ പറഞ്ഞു ടോർച്ചർ ചെയ്ത്. അപ്പൊ വിനീതനും ജോമോൾക്ക് എഗൈൻസ്റ്റ് ആണ് നിന്നിരുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര ഒറ്റയ്ക്ക് ഈ രണ്ട് അവിടെ ചന്തു സപ്പോർട്ടായിരുന്നു. എഗൈൻസ്റ്റ് ഞാനായിരുന്നു. അപ്പൊ അവര് രണ്ടുപേരും കൂടെ ഒറ്റയ്ക്ക് പെൺകുട്ടിയുടെ അടുത്താണ്. അപ്പൊ എത്ര സ്ട്രോങ് ആയിരുന്നു ആലോചിച്ച് നോക്കിയാ നമ്മള്. അന്നേ അത്ര സ്ട്രോങ്. വെറുതെയാണ് ഉണ്ണിയാർച്ചയുടെ ചെറുപ്പകാലൊക്കെ ചെയ്യുന്നത്. അപ്പൊ പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ വരെ നിക്കില്ലേ. ആ ഒരു സുരേഷ് ഏട്ടന്റെ ചെറുപ്പകാലാണ് ചെയ്യാൻ പോണത്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോഴൊക്കെ എന്താ തോന്നുന്നത്? അന്ന് പിന്നെ ഒന്നും അറിയില്ല. അന്ന് ഞാൻ പറയാം അതിന്റെ ഒന്നും ഇപ്പൊ ഞാൻ പറയാം ആ ഒരു ഗ്രേറ്റ്നെസ് ഓഫ് ദ മൂവി, ഗ്രേറ്റ്നെസ് ഓഫ് ദ മേക്കേഴ്സ്, അതൊക്കെ
ഇപ്പോഴാണല്ലോ നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പം ഇതിന്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. അതിനുശേഷം 1-2 ചടങ്ങുകളിലൊക്കെ വെച്ചിട്ട് അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം നല്ലോണം ഓർക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ വലിയൊരു സന്തോഷമാണ്. ഇൻസിഡന്റ്ലി അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്, നമ്മൾ കേന്ദ്രത്തിലൊരു ജോലിയാണ് ഇപ്പം. റീസെന്റ് സാറെ കണ്ടിരുന്നു. അപ്പൊ ഭയങ്കര സന്തോഷമാണ്, വലിയ ഭാഗ്യമാണല്ലോ ഇത്രയും ഒരു ലെജൻസിന്റെ ഒരു ഇതിന്റെ ഭാഗമാവുന്നത്. അതിനകത്ത് ജോമോൾ ആ കെട്ടുകല്യാണം ഉണ്ട് അല്ലേ, അതൊക്കെ ഓർമ്മിക്കുന്നുണ്ട്, ആ സീനൊക്കെ ഷൂട്ട് ചെയ്തതൊക്കെ? ചെറിയ മെമ്മറി ഉണ്ട് എനിക്ക് അതിനെ കുറിച്ച് മെമ്മറി ഉണ്ട്. പക്ഷെ അതിനെ കുറിച്ചുള്ള നൈറ്റ് മെയർ പിന്നെ ഇതിലാണ് മാത്രമേ ഉള്ളൂ. അതെന്താ? പുള്ളിക്ക് ടെൻഷൻ ആയിരുന്നു, എന്നെ എങ്ങാനും കെട്ടിപ്പോയാലോ, ഭയങ്കര ടെൻഷൻ. അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇടയ്ക്ക് കാണുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്താ സിനിമയില് റിയൽ ലൈഫില് ചന്തുവിനെ ആഗ്രഹിച്ച കുട്ടിക്ക് ഉണ്ണിയാർച്ചയ്ക്ക് കിട്ടിയില്ല, പക്ഷെ റിയൽ ലൈഫില് ചന്തുവിനെ തന്നെ കിട്ടി. അത് തന്നെ, അതൊക്കെ എന്താ നോക്കിക്കേ, എവിടേക്കോ ദൈവത്തിന്റെ കണക്ട് ചെയ്ത് ദൈവം കൊണ്ടുപോയത്. നിങ്ങളുടെയൊക്കെ ലൈഫിലെ ഫസ്റ്റ് മൂവി അല്ലേ ഇത്? ഇതിന് മുമ്പേ നിങ്ങൾ വേറൊരു ഞാനും വിനീതേട്ടനും കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അനഘ എന്ന് പറഞ്ഞിട്ട് ഒരു പടം. അത് ഇതിന് മുന്നെയാണ്? ഇതിന് തൊട്ട് മുൻപ്. ഇതാണ് ആദ്യം കമ്മിറ്റ് ചെയ്തെങ്കിലും ഞങ്ങൾ അതിന് മുൻപ് ഷൂട്ട് ചെയ്തത് അതാണ്. TRS ബാബു. അതും ഹരിഹരൻ സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു TRS ബാബു. ഓക്കെ. ആ കെട്ടിക്കല്യാണത്തിന് വേഷം കെട്ടി വേറെ രീതിയിൽ, ഇതിപ്പോ ഈ പറയുന്ന പോലെ വേറെ രീതിയിലാണല്ലോ വേഷം കെട്ടി ആഭരണങ്ങൾ ഇടുക. അന്നേരമൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് ഇതൊന്നും ഒരു രീതിയിലും എക്സ്പീരിയൻസ് നിങ്ങൾ ചെയ്തിട്ടില്ല, വീട്ടിൽ അമ്മമാരൊന്നും കാണുന്നില്ല. അപ്പൊ നിങ്ങളൊക്കെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ആഭരണങ്ങളൊക്കെ നിങ്ങളുടെ ദേഹത്തേക്ക് ചാർത്തുന്നു, മേക്കപ്പ് ചെയ്യുന്നു, അപ്പോഴുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറെ എനിക്ക് തോന്നുന്നു ഞാൻ പോയി നേരെ ഞാൻ പറയില്ല, ഇതുപോലെ 1 ടച്ച് കോണ്ടാക്ട് ഉണ്ടല്ലോ, ആ പേരിൽ ഞാൻ ഇൻഫ്ലുവൻസ് ഒക്കെ ചേർത്ത് കുറെ എക്സ്ട്രാ ഓർണമെന്റ്സ് ഇട്ടിട്ടുണ്ടെന്നാണ് ഇട്ടിട്ടുണ്ടാവും. സാർ അങ്ങനെ മേക്കപ്പ് ഉണ്ടായിരുന്നു, അന്ന് മേക്കപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു. നമ്മള് ആ സെറ്റിലേക്ക് ചെല്ലുമ്പോ തന്നെ അതിന്റെ ഒരു ആംബിയൻസ് ഭയങ്കരമല്ലേ, ഭയങ്കര വലിയ നമ്മളൊരു അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വലിയ അതിശയത്തോടും കൗതുകത്തോടും ഒക്കെ ചന്തു മറ്റേ പുത്തൂരം വീട് കണ്ട പോലെയാണ് ഇപ്പൊ ഇതിൽ കാണുന്ന ഈ പോസ്റ്ററിലൊക്കെ കാണുന്ന ഈ പുത്തൂരം ഇതേപോലെ ആയിരുന്നു നമ്മൾ ചെല്ലുമ്പോഴും. ഇത് ഇനി ഈ സെറ്റ് പൊളിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഒറിജിനൽ ഇതിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, പക്ഷെ ഇങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക്. ഇത് എനിക്കൊക്കെ മനസ്സിൽ ഇപ്പോഴും ഇത് തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. ഓക്കെ. അതിനകത്ത് വേറൊന്ന് പറഞ്ഞപ്പോ ഓർമ്മ, ഇതില് ചെറുത് ഉണ്ണിയാർച്ചയുടെ ചെറുപ്പം കാണിച്ച് ജോമോൾ നോക്കുമ്പോ ജോമോൾക്ക് അന്നേരം പൂച്ച കാണില്ല, പക്ഷെ ഉണ്ണിയാർച്ചയ്ക്ക് അവിടെ മാധവിക്ക് പൂച്ച കണ്ടിട്ടുണ്ട്. ട്രോള് വന്നിട്ടുണ്ട്, ട്രോള് വന്നിട്ടുണ്ട്. അതിന് മമ്മൂക്കയുടെ ചെറുത് ചെയ്തപ്പോ വിനീതിന് പൂച്ച കണ്ണുണ്ട്, വലിയ ആളായപ്പോഴത്തേക്ക് പൂച്ച കണ്ടില്ല. അതൊക്കെ അവിടെ അതെ. ഇപ്പൊ ട്രോള് ഞാൻ എപ്പോഴും കുറച്ചു കാലം മുൻപ് അത് കണ്ടിരുന്നു, എന്റെ ഫോണിലുണ്ട്, ആരോ അയച്ചു തന്നെ. ആ വെച്ചുമാറ്റത്തിന്റെ ഭാഗമായിട്ട്, പക്ഷെ വലുതായപ്പോഴത്തേക്ക് കിട്ടാതെ പോയത്, ചന്തുവിനെ സ്വന്തമാക്കാൻ പറ്റാതെ പോയി. അതിനകത്ത് എപ്പോഴും പറയണം, നമ്മളെപ്പോഴും മിമിക്രി ആർട്ടിസ്റ്റുകളൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഡയലോഗ് ആണല്ലോ നമ്മുടെ ചന്തുവിന്റെ ഡയലോഗ്. അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന, അതുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടാവോ? ആർക്കും ചതിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ലൈഫില് ആർക്കും ചതിക്കാൻ പറ്റാത്ത ഒന്നും ഓർമ്മയില്ല? അല്ല, ഞാന് ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും ഒക്കെ വർത്താനം പറഞ്ഞിട്ട് പുള്ളി ജയിക്കുമ്പോ ഞാൻ പറയും ചന്തുവിനെ തോൽപ്പിക്കാൻ വേറെ ആരും ഇല്ലല്ലോ, അങ്ങനെ പറയാം. അങ്ങനെ ചന്തു ആയതുകൊണ്ട് പക്ഷെ അവർക്കും ചിലപ്പോ പെട്ടെന്ന് ചന്തു ഒക്കെ എന്റെ ഹസ്ബൻഡ് ഒക്കെ ജനിച്ച് വളർന്ന ബോംബെയിലാണ്. അപ്പം ഈ ഡയലോഗൊക്കെ പിന്നെ ഞാൻ പറയുമ്പോഴാണ് അവർക്ക് ഫെമിലിയർ ആവുന്നത്. ഓക്കെ. നിങ്ങൾക്ക് ചതി ഏറ്റുവാങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണോ തിയേറ്ററിലേക്ക് പോവാൻ പ്ലാൻ ചെയ്യണത്? സിനിമയുടെ റിലീസ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ് ആയിട്ടില്ല. നമ്മൾ എന്നാ റിലീസ് അതിന്റെ അതനുസരിച്ചിട്ടായിരിക്കും. We wish to go together. ഒരുമിച്ച് വലിയൊരു ഫണ്ണായിരിക്കും അല്ലേ? വീണ്ടും ഒരു നല്ലൊരു മെമ്മറി, നല്ലൊരു എക്സ്പീരിയൻസ്. ഇനി എന്നാ ജോമോൾ അതല്ലാണ്ട് നമ്മുടെ സിനിമകളിലേക്ക് തിരിച്ച് ഇനി വരുന്നുണ്ടോ? ഇവരൊക്കെ ഇടയിലൊക്കെ വന്നും പോയി ഒക്കെ നിൽക്കുന്നു. തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിട്ടില്ല, എന്നെ വിളിക്കാത്തതാ. ആണോ?
സത്യം. അല്ലാതെ എന്നെ വിളിക്കാത്തത്, അല്ലാതെ തിരിച്ചു വരാൻ ഞാൻ എവിടെയും പോയിട്ടില്ല. വെരി മച്ച് ഹിയർ. ഞാൻ എന്തായാലും റെഡിയാണ് ഇവിടെ. അതെ 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 അതെ. ഓക്കെ, അപ്പൊ ബ്യൂട്ടിഫുൾ, നൈസ്. എന്തായാലും കുറെ നല്ല വിശേഷങ്ങൾ, ഇനിയും കുറച്ചും കൂടെ വലുതായിട്ടുള്ള സിനിമകളൊക്കെ ആയിരുന്നു നമുക്ക് കുറെ കൂടെ കുറുമ്പത്തരങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. എന്തായാലും നിങ്ങളെ എല്ലാവരും വീണ്ടും ബിഗ് സ്ക്രീനിൽ വീണ്ടും കാണാനായിട്ട് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Thank you so much. Thank you.